തീർച്ചയായിട്ടും CPM-ന് സ്ഥാനാർത്ഥി ക്ഷാമം ഉള്ളതുകൊണ്ടാണല്ലോ നാളെ മറ്റന്നാൾ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന സമയമാണ് ഈ സമയം വരെ അവർക്ക് കിട്ടാത്തത്. അവർ പലരെയും സമീപിക്കുന്നുണ്ടാകാം. ഏതായാലും UDF-ന്റെ ഒരു സുനിശ്ചിത വിജയമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. അത് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. സ്വാഭാവികമായും 5 വർഷക്കാലം അവർക്കിടയിൽ പ്രവർത്തിച്ചതുകൊണ്ട് വൈകാരികമായി അവരൊക്കെ ഞാൻ വരുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ എന്നോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം സംഘടനാ പ്രവർത്തനവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഷാഫി പട്ടാമ്പി. അപ്പൊ ഷാഫി പട്ടാമ്പി പെട്ടെന്ന് ഇത്തരമൊരു സാഹചര്യം വന്ന് എനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ശ്രമമാണത്. തീർച്ചയായും ഷാഫിയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഷാഫി ഉൾപ്പെടെ ഈ കേരളത്തിലെ UDF-ന്റെ വിജയത്തിന് വേണ്ടി മുന്നിൽ ഉണ്ടാകും. ഈ സത്യസന്ധമായിട്ട് പറയണം, റിയാസ് കഴിഞ്ഞ 5 വർഷമായിട്ട് പട്ടാമ്പിയിൽ അവിടെ പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം ഏറ്റവും മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. റിയാസ് ഈ മലപ്പുറത്തു നിന്നുണ്ടായിരുന്ന ബന്ധമൊക്കെ വിച്ഛേദിച്ചാണ് അവിടെ പോയി പ്രവർത്തിച്ചത്. അപ്പോൾ റിയാസിനെ ശരിക്കും വേദനിപ്പിച്ചില്ല? അത് ഒരിക്കലുമില്ല. നമ്മൾ കിട്ടാത്തതിനെ സംബന്ധിച്ച് വേദനിക്കുകയല്ല വേണ്ടത്, കിട്ടിയതിനെ സംബന്ധിച്ച് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. മലപ്പുറം ജില്ലയിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ വളരെ പരിമിതമാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തിയിൽ മത്സരിക്കാൻ അവസരം കിട്ടാത്തൊരു നാടാണ്. ആ കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന് ഈ മലപ്പുറത്ത് സംഘടനാ പ്രവർത്തനം നടത്തി എനിക്ക് 2021 മത്സരിക്കാൻ അവസരം തന്നൊരു പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയത് ഞാൻ ഏറ്റവും തൃപ്തനാണ്, അഭിമാനമുള്ളവനാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു മറ്റെന്തെങ്കിലും അവസരങ്ങൾ? വാർത്ത വന്ന സമയത്ത് തീർച്ചയായും സ്വാഭാവികമായി ബന്ധപ്പെട്ടു. പക്ഷെ അത് ഞാൻ പറഞ്ഞു അവരോട്, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല, അതൊരു വായുവിൽ നിന്ന് വന്ന വാർത്തയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അങ്ങനെ വലിയ ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ തന്നെ നിഷേധിച്ചതുകൊണ്ട്, അത്തരം ഒരു വാർത്തക്ക് അടിസ്ഥാനമില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞതുകൊണ്ട് പിന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും CPM-ന് സ്ഥാനാർത്ഥി ക്ഷാമം ഉള്ളതുകൊണ്ടാണല്ലോ നാളെ മറ്റന്നാൾ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന സമയമാണ് ഈ സമയം വരെ അവർക്ക് കിട്ടാത്തത്. അവർ പലരെയും സമീപിക്കുന്നുണ്ടാകാം. ഏതായാലും UDF-ന്റെ ഒരു സുനിശ്ചിത വിജയമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്.